സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളടങ്ങിയ മറ്റൊരു മോക്ക് ടെസ്റ്റ്. PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ആദ്യം ക്വസ്റ്റ്യൻ ഒരു 5-6 സെക്കൻഡുകൾക്ക് ശേഷം ഉത്തരം പറയും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വയ്ക്കുക, പഠിക്കുക. അതുപോലെ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നവർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി സീപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചതാരാണ്? ഓപ്ഷൻ സി, R.C. മജൂംദാർ ആണ് ദി സീപ്പോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത്. R.C. മജൂംദാർ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ എ, മീരാഭായി ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് മീരാഭായി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഝാൻസി റാണിയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തേത്. ആദ്യത്തെ ഇന്ത്യൻ വനിത മീരാഭായിയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാല ഏതാണ്? ഓപ്ഷൻ സി, കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി, വാരണാസിയിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് വാരണാസി, ഉത്തർപ്രദേശിലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഓപ്ഷൻ ബി, ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൽ ഒ ഡയറിനെ വധിച്ചതാരാണ്? ഓപ്ഷൻ എ, ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ഇർവിൻ പ്രഭുവാണ്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. നമുക്കറിയാം ദണ്ഡി മാർച്ച് നടന്ന സമയത്തെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം എത്രാമത്തേതാണ്? ഓപ്ഷൻ സി, 5ാം കേരള സന്ദർശനത്തെയാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജി ആകെ 5 പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ 5ാമത്തെ സന്ദർശനമാണ് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1937 5ാമതായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ സിദ്ധുവും കാനുവും നേതൃത്വം നൽകിയ ഗോത്ര കലാപം ഏത്? ഓപ്ഷൻ ഡി, സാന്താൾ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സിദ്ധുവും കാനുവും നേതൃത്വം നൽകിയ ഗോത്ര കലാപമാണ് സാന്താൾ കലാപം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി, 1897 കോൺഗ്രസ് സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്. 1897 കോൺഗ്രസ് സമ്മേളനം, അതായത് അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ, വീരേശലിംഗം പന്തലു ആണ്. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലു. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, കപൂർ കമ്മീഷനാണ്. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്?
ഓപ്ഷൻ എ തിമിരമാണ് മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിൻ്റെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ സി സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ അതുപോലെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗവും ഏതു തന്നെയാണ്? സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കളാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേതരക്താണുക്കൾ. കാരണം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ശ്വേതരക്താണുക്കളാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി 24ാം അനുച്ഛേദമാണ്. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 24ാം അനുച്ഛേദം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷവും 1993 തന്നെ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്ന ദിവസം ഏത്? ഓപ്ഷൻ സി 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ മൻഡാമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ് റിട്ട്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏത്? ഓപ്ഷൻ ബി ഹിന്ദ് സ്വരാജിലാണ്. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച ഗാന്ധിജിയുടെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഹരിയാനയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അതേസമയം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ ബി ധൻബാദ് ആണ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ധൻബാദ് നഗരം. ജാർഖണ്ഡിലാണ് ധൻബാദ് സ്ഥിതി ചെയ്യുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ കോർപ്പറേഷൻ ഏത്? ഓപ്ഷൻ എ തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ കോർപ്പറേഷനാണ് തൃശ്ശൂർ. അതേസമയം ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരവും കുറഞ്ഞ ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ കോർപ്പറേഷൻ തൃശ്ശൂരുമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി വയനാട് ജില്ലയിലാണ് അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? ഓപ്ഷൻ എ 1924 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമാണ് 1924. അപ്പോൾ കൊല്ലവർഷം 1999 ഈ 99 വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ കൊല്ലവർഷം അനുസരിച്ചാണ് 99 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വർഷമാണെങ്കിൽ 1924. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
മനക്കൊടി ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തൃശ്ശൂർ ജില്ലയിലാണ്. മനക്കൊടി ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഏനാമാക്കൽ മനക്കൊടി ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുസ്ലോൺ എനർജി ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി അഗളി കാറ്റാടി ഫാമാണ്. സുസ്ലോൺ എനർജി ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാമാണ് അഗളി കാറ്റാടി ഫാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാമനമ്പി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാമനമ്പി കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ് 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാണ്? ഓപ്ഷൻ സി പി രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് സി പി രാമസ്വാമി അയ്യർ. അതുപോലെ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനും ആര് തന്നെയാണ്? സി പി രാമസ്വാമി അയ്യരാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ സി പി രാമസ്വാമി അയ്യർ തന്നെ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏത്? ഓപ്ഷൻ ബി 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹിന്ദുക്കളുടെ ക്രിസ്തുമത പരിവർത്തനത്തെ ശക്തിയായി എതിർത്ത നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ്. ഹിന്ദുക്കളുടെ ക്രിസ്തുമത പരിവർത്തനത്തെ ശക്തിയായി എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരുടെ പേരിലാണ് പ്രശസ്തമായ VJT ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളിയുടെ പേരിലാണ് പ്രശസ്തമായ VJT ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ പേരിലാണ്. അപ്പോൾ അയ്യങ്കാളി ഹാൾ എന്നാണ് ഇപ്പോൾ VJT ഹാളിൻ്റെ പേര്, അയ്യങ്കാളി ഹാൾ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുബ്ബരായൻ എന്ന യഥാർത്ഥ നാമം ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി തൈക്കാട് അയ്യാവിനായിരുന്നു. സുബ്ബരായൻ എന്ന യഥാർത്ഥ നാമം ഉണ്ടായിരുന്നത് തൈക്കാട് അയ്യാവിനായിരുന്നു. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത്. പണ്ഡിറ്റ് KP കറുപ്പൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏത്? ഓപ്ഷൻ ഡി മൈറ്റോകോൺട്രിയയാണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ബ്രോക്കാസ് ഏരിയയാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. 39ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ ബി കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. കാരണം മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ഓക്കെ ഫ്രണ്ട്സ്.